കഴുത്തി കിടന്ന് ചെറുമുളകെല്ലാം മുടുങ്ങി എല്ലാവരും 4 പേരും എടുത്ത്. ഈ അമ്മയ്ക്ക് ഈ ഒരവസ്ഥയിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം വെള്ളം കോരാനോ അല്ലെങ്കിൽ നടക്കാനോ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. ആരുമില്ല മക്കളെ, ഒരുത്തരുമില്ല, ദൈവമുണ്ട്. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തെങ്ങങ്കോണമാണ്. തെങ്ങങ്കോണം എന്ന് പറഞ്ഞാൽ നമ്മൾ 6-ാം സ്ഥാനം, അതായത് കാലേറ്റിൽ നിന്ന് കല്ലറ പോകുന്ന വഴി 6-ാം സ്ഥാനത്തിൽ നിന്ന് വന്ന സ്ഥലമാണ് തെങ്ങങ്കോണം. അവിടെ ഒരു അമ്മയുടെ പേര് മാധവിയമ്മ. അദ്ദേഹം ഓഫീസിൽ വിളിച്ച് ഇങ്ങനെ ഒറ്റയ്ക്കാണ്, ആരും നോക്കാനില്ല, കഷ്ടപ്പാടാണെന്നൊക്കെ വിളിച്ച് പറഞ്ഞു. അതനുസരിച്ച് അമ്മയുടെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അമ്മ എന്താ സംഭവം, എന്തൊക്കെയാണ് സംഭവങ്ങൾ? സംഭവം കാല് എല്ലാം ഓപ്പറേഷൻ ചെയ്ത് അതിപ്പോ ഇവിടെ കയറിയിട്ട് നടക്കാൻ ഒട്ടും വയ്യ, കണ്ണ് കാണാൻ വയ്യ. ഇതൊരിക്കൽ ഓപ്പറേഷൻ ചെയ്ത് ഇവിടെ വന്നപ്പോ വീണതിൽ തന്നെ ഒരു ചത വളരുന്നു. അമ്മയുടെ പ്രശ്നം എന്താ? ആരും ഇല്ലേ നോക്കാനായിട്ട്? ആരുമില്ല മക്കളെ, ഒരുത്തരുമില്ല, ദൈവമുണ്ട്. പക്ഷേ നാട്ടുകാരൊക്കെ പറയുന്നു അമ്മ അവരെ നോക്കിക്കൊണ്ടിരുന്നതാണെന്നൊക്കെ പറയുന്നു. പൈസ കൊടുക്കുമ്പോഴേക്ക് ഞാനിവിടെ പോകുമ്പോഴത്തേക്കും ഇരുന്ന പൈസ എൻ്റെ കാത് വരെ മൂളിയാക്കി. മക്കള് കഴുത്തി കിടന്ന് ചെറുമുളകെല്ലാം മുടുങ്ങി എല്ലാവരും 4 പേരും എടുത്ത്. ഇപ്പൊ ആരും ഇല്ല. ഒരു തുള്ളി വെള്ളം കൊണ്ടുവരാൻ കൂടെ അല്ല എൻ്റെ ചെറുമോനുണ്ട്. ഇന്നലെ പറഞ്ഞാണ് ഒത്തിരി വെള്ളം എനിക്ക് ഒരു കുടം കോരിക്കൊണ്ട് വെച്ചിരുന്നത്. ചെറുമോനെ ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ ചെറുമോൻ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ നോക്കിക്കൊണ്ടിരുന്നതാണ് എന്നൊക്കെയാണ് എൻ്റെ പറഞ്ഞത്. അവൻ ഒരു നേരം തായെ കാണാതിരിക്കുമ്പോൾ എൻ്റെ ഇടവ് നല്ല സംസാരിക്കും, മിണ്ടുകയും ചെയ്യും. എന്തെങ്കിലും കൊടുക്കണം, വാങ്ങി കഴിക്കും. തള്ള കഴിക്കുമ്പോൾ വരൂല്ല അടുത്തുനിന്ന്. മൂത്ത കൊച്ച്. എത്ര മക്കളുണ്ട്? എനിക്ക് 2 പെണ്ണ്. രണ്ടാമതാൾ എവിടെയാണ് താമസിക്കുന്നത്? മൂത്തത് താമസിക്കണം പേടികളാണ്. അവരും നോക്കാറില്ലേ? അവളെ ഭർത്താവ് 1 ലക്ഷം രൂപയും 4.5 പൗണ്ട് ഉരുപ്പടിയോ വാങ്ങിച്ച് തന്നില്ല. മകൾക്ക് കൊടുത്തതല്ലേ? ഇല്ല, പിന്നെ എൻ്റെ നിന്ന് വാങ്ങിച്ചത്. എനിക്ക് വീട് വാങ്ങിക്കാനുള്ള പണം ഞാൻ അവർക്ക് വീതം കൊടുത്തിട്ട് വീട് വയ്ക്കാനുള്ള പണം ഞാൻ വച്ചിരുന്നത് എൻ്റെ നിന്ന് വാങ്ങിച്ചു കൊണ്ട് പോയി തരാന്നും പറഞ്ഞ്. പിന്നെ തന്നില്ല. 10 വർഷം കേസ് കൊടുത്തോ അമ്മ? എവിടെ കൊടുത്തു കേസ്? തിരുവനന്തപുരത്ത് കൊടുത്തു. തിരുവനന്തപുരത്ത് എവിടെ കൊടുത്തു? തിരുവനന്തപുരത്ത് നിങ്ങളുടെ സ്റ്റേഷൻ ഇവിടെയല്ലേ വരുന്നത്? കല്ലറയല്ലേ വരുന്നത്? ഇവിടെയും കൊടുത്തിട്ട് ഒന്നും കേൾക്കണില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയാൽ ഞങ്ങൾക്ക് കിട്ടാനുള്ള സാധനം കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു രസീത് എനിക്ക് തന്ന്. അതൊക്കെ ഉണ്ടോ കയ്യിൽ? ഇപ്പൊ അമ്മയുടെ നിലവിൽ ഇപ്പൊ അമ്മയ്ക്ക് വെള്ളം കോരിക്കൊണ്ട് വരാൻ പറ്റും ആരും ഇല്ലല്ലേ? ഒരുത്തരും ഇല്ല. നടന്ന് ഇങ്ങോട്ട് വരാൻ നോക്കില്ല. എന്തൊക്കെ അമ്മയും മക്കളും തമ്മിൽ എന്തൊക്കെ വിഷയം ഉണ്ടായാലും അമ്മയെ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി മക്കൾക്കുണ്ട്. അതിൽ ശ്രമിക്കേണ്ടത് ഇവിടുത്തെ മെമ്പറാണ്. മെമ്പർ മുൻകൈ എടുത്ത് ഇവർ തമ്മിലുള്ള വിദ്വേഷമൊക്കെ മാറ്റി പരസ്പരം യോജിച്ച്. ഈ അമ്മയ്ക്ക് ഈ ഒരവസ്ഥയിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം വെള്ളം കോരാനോ അല്ലെങ്കിൽ നടക്കാനോ പോലും പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഒന്ന് ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരമ്മ ഇവിടെ ഉണ്ട്. ക്യാമറമാൻ അനീഷിനൊപ്പം ശ്രീത്തുമായ അവസാനിക്കുക.